നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും അടിസ്ഥാന ശാസ്ത്രത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്തു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായി പോകുന്നത് രണ്ടാം പാഠമായ വണ്ടേഴ്സ് ഓഫ് വിസിബിൾ ലൈറ്റ്, പ്രകാശവിസ്മയങ്ങൾ എന്ന പാഠഭാഗമാണ്. നിങ്ങൾ റിഫ്ലക്ഷൻ കണ്ടിട്ടുണ്ടോ? എന്താണ് റിഫ്ലക്ഷൻ? Reflection of light is the return of light that falls on a surface is called reflection. ഒരു പ്രതലത്തിലേക്ക് പ്രകാശം കടത്തിവിടുമ്പോൾ അത് തിരിച്ചു പ്രകാശിക്കുന്നതിന് പറയുന്ന പേരാണ് റിഫ്ലക്ഷൻ. എന്തെല്ലാം സാധനങ്ങൾക്കാണ് റിഫ്ലക്ഷൻ ഉണ്ടാവുക? നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി നമുക്ക് ഒരു സ്മോക്ക് ബോക്സ് നിർമ്മിക്കണം. പുകപ്പെട്ടി. ഇതാണ് സ്മോക്ക് ബോക്സ്. ഇതിന്റെ മുൻവശത്തായി ഞാനൊരു ട്രാൻസ്ഫർ ഷീറ്റ് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായി ഒരു കണ്ണാടിയും ഫിക്സ് ചെയ്തു. കണ്ണാടി ഫിക്സ് ചെയ്ത അതേ ഭാഗത്തു തന്നെ മറ്റൊരു ഹോളും ഇട്ടിട്ടുണ്ട്. ഇതിലൂടെ ലേസർ ടോർച്ചിന്റെ പ്രകാശം അടിക്കും. ഈ വശത്തായി ഞാൻ മുകൾ വശത്തായിട്ട് ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതിലൂടെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യാനുള്ള സാധനങ്ങൾ ഇൻസേർട്ട് ചെയ്യുന്നത്. നമുക്ക് ആദ്യമായി ഒരു കണ്ണാടി ഇട്ട് നോക്കാം. നമ്മൾ ഇതിലേക്ക് പുക നിറച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണാടിയിലേക്ക് ലേസർ ടോർച്ച് പ്രകാശിപ്പിക്കാം. റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി നമുക്ക് ഒരു മരത്തിന്റെ പീസ് ഇട്ട് നോക്കിയാലോ. മരം റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാ സാധനങ്ങളും ഒരുപോലെയല്ല റിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാം. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ഒരു സ്മോക്ക് ബോക്സ് നിർമ്മിക്കുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ കുറച്ച് സാധനങ്ങൾ ശേഖരിക്കുക. എന്നിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിലേക്ക് ഈ പട്ടിക തയ്യാറാക്കുക. അതിനുശേഷം നിങ്ങൾ വീട്ടിൽ നിന്ന് ശേഖരിച്ച സാധനങ്ങൾ ഒബ്ജക്റ്റ് എന്ന് എഴുതിയ ഈ വശത്തായി നിങ്ങൾ എഴുതണം. അതിനുശേഷം നിങ്ങൾ എടുത്ത ഈ സാധനങ്ങൾ ഇതിലേക്ക് ഇട്ട് ഒബ്സർവ് ചെയ്ത റിസൾട്ട് ഒബ്സർവേഷൻ റിസൾട്ട് എന്നുള്ള ഭാഗത്ത് എഴുതുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ കണ്ണാടി ഇട്ടു. അപ്പോൾ മിറർ അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ? റിഫ്ലക്ട്സ് വെരി വെൽ. അതാണ് അതിൻ്റെ പ്രതിഫലം. ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. ഡു യു സീ ദി പാത്ത് ഓഫ് ലൈറ്റ്? നിങ്ങൾ പ്രകാശത്തിൻ്റെ പാത കണ്ടിട്ടുണ്ടോ? അത് കാണാനായി നമുക്ക് ഒരു ഉപകരണം എടുക്കാം. ഇതിന്റെ അടിവശത്തായി ഞാനൊരു കണ്ണാടി വെച്ചിട്ടുണ്ട്. മുകൾ വശത്തായി ഒരു ഹോളും ഇട്ടിട്ടുണ്ട്. ഇതിൽ കുറച്ച് പുക ഞാൻ നിറച്ചിട്ടുണ്ട്. നമുക്ക് ഈ കണ്ണാടിയിലേക്ക് ലേസർ ടോർച്ച് അടിച്ചു നോക്കാം. നിങ്ങളിപ്പോൾ പ്രകാശത്തിന്റെ പാത കണ്ടില്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. വാട്ട് ഈസ് റെഗുലർ റിഫ്ലക്ഷൻ? എന്താണ് ക്രമപ്രതിപതനം? When light falls on a mirror, new steel plate, smooth floor tile, etc., it is reflected regularly. This is known as regular reflection. മിനുസമായ ഒരു പ്രതലത്തിലേക്ക് പ്രകാശം കടത്തിവിടുമ്പോൾ അത് ക്രമമായി പ്രതിഫലിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് ക്രമപ്രതിപതനം, റെഗുലർ റിഫ്ലക്ഷൻ. നിങ്ങൾ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചേ. എന്താണ് കാണുന്നത്? ഇതിന്റെ അടിയിൽ ഒരു പ്ലെയിൻ മിറർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലെയിൻ മിറർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ മിറർ വിത്ത് പ്ലെയിൻ സർഫേസ് ഈസ് കാൾഡ് പ്ലെയിൻ മിറർ. നമുക്ക് ഈ കണ്ണാടിയിലേക്ക് പ്രകാശം അടിക്കുമ്പോൾ അത് ക്രമമായി പ്രതിഫലിക്കുന്നു. 80 ഡിഗ്രിയിൽ നിന്നും അടിച്ചു കഴിഞ്ഞാൽ അത് 80 ഡിഗ്രിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ഇതിനാണ് റെഗുലർ റിഫ്ലക്ഷൻ അഥവാ ക്രമപ്രതിപതനം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ? എന്താണ് വിചലിത പ്രതിപതനം? When light falls on a rough surfaces, it reflected irregularly. This is known as
ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഒരു മിനുസമില്ലാത്ത പ്രതലത്തിലേക്ക് പ്രകാശം കടത്തിവിടുമ്പോൾ അത് വിസരിതമായി പ്രതിഫലിക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് വിസരിത പ്രതിപതനം അഥവാ ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. അടിയിലുള്ളത് ഒരു സോയിലാണ്. സോയിലിലേക്ക് നമ്മൾ പ്രകാശം കടത്തിവിട്ടാൽ അത് ഒരുപോലെ ക്രമമായിട്ടാണോ പ്രതിഫലിക്കുക? അല്ല, അത് വിസരിതമായിട്ടായിരിക്കും പ്രതിഫലിക്കുക. ഇതിന് പറയുന്ന പേരാണ് ഡിഫ്യൂസ് റിഫ്ലക്ഷൻ. ഇന്ന് നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത്? റിഫ്ലക്ഷൻ എന്താണെന്ന് പഠിച്ചു. റെഗുലർ റിഫ്ലക്ഷൻ, ഡിഫ്യൂസ് റിഫ്ലക്ഷൻ, ഇത് മൂന്നുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഞാൻ നിങ്ങൾക്ക് തന്ന 2 വർക്കുകളും നിങ്ങൾ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം.